എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അതായത് ജോലി മാത്രമല്ല, എനിക്കിന്ന് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയുള്ള എൻ്റെ ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. സമയം ഏകദേശം 8 മണി ആവാറായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ 2-3 സ്ഥലത്തായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇന്ന് എനിക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് മുൻപിലുള്ള ഒരു ചൈൽഡ് ഹുഡ് സെൻറ്ററിലാണ് ജോലി ഇന്ന് ഷിഫ്റ്റ് ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം സമയമൊന്നും കളയാണ്ട് എൻ്റെ ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതേ കണ്ടോ, ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടുന്ന് ഇതാ ഈ കാണുന്ന സെൻറ്ററാണ് ഞാനിപ്പോൾ പോകുന്നത്. 5 മിനിറ്റ് ഇല്ല കേട്ടോ ശരിക്കും നടക്കാൻ, അത്രയും നടക്കാനില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഇത്തിരി മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏർലി സ്പ്രിംഗ് എന്നും വേണമെങ്കിൽ പറയാം. സ്പ്രിങ്ങൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറാണ്. ഇന്നിപ്പോൾ ഫീൽസ് ലൈക്ക് -2 ഉണ്ട്, പക്ഷേ ശരിക്കും ടെമ്പറേച്ചർ 1 ഡിഗ്രിയാണ്. ഇന്നലെയൊക്കെ 6 ആയിരുന്നു, പിന്നെ ഞാൻ 20 ഡിഗ്രി ആയിരുന്നു. അങ്ങനെ ഇന്നും ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം ഡിസ്ക്ലെയിമർ പറയട്ടെ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും ചൈൽഡ്ഹുഡ് സെൻ്ററാണ്. ഇതിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇന്നത്തെയും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പരമാവധി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സെൻറ്റർ എത്തി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ കണ്ടതാണ് ഒരു ക്ലാസ്. ഇവിടെ ബാഗും സാധനങ്ങളെല്ലാം വെച്ചിട്ട് വേണം ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ ടൈമിൽ കാണാം. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ സെൻ്ററാണ്, അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റാഫ് റൂമും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് വേറെ സ്റ്റാഫും എല്ലാവരും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് വേഗത്തിലാട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവസാനിപ്പിക്കണേ. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരരുതല്ലോ. പിന്നെ അതുമാത്രമല്ല, എല്ലാവരും അങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഉച്ചയ്ക്കത്തെ ലഞ്ച് ബ്രേക്ക് അങ്ങനെ കഴിഞ്ഞു. ഞാൻ ബാക്ക് ടു ഡ്യൂട്ടിക്ക് കയറുകയാണ്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 3 മണി ആവാറായിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും വേഗം കോളേജിലെത്താനുള്ള വഴിയാണ് നോക്കുക, കാരണം എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് ഇവിടെ കഴിഞ്ഞു. അതിന് ഞാനിനി കോളേജിൽ പോവാണ്. എനിക്കിന്ന് ക്ലാസ് ഉണ്ട് 3 മണി തൊട്ട് 9 മണി വരെ. അപ്പോൾ ഞാനിപ്പോൾ ലിഫ്റ്റ് ബുക്ക് ചെയ്തേക്കാം, കാരണം 3 മണിക്ക് ക്ലാസ് ഓൾറെഡി തുടങ്ങും. ഇപ്പോൾ 3 മണിയായി. അപ്പോൾ ഇവിടുന്ന് കോളേജിലേക്ക് ഒരു 5-8 മിനിറ്റ് ഉള്ളൂ കാറിലാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം എത്താൻ വേണ്ടി ഞാൻ ലിഫ്റ്റ് ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് കോളേജിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാണിച്ചു തരാം. അങ്ങനെ എനിക്ക് പോകാനുള്ള വണ്ടി വേഗം തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം കറി കയറി പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് മനസ്സിലായി വ്ളോഗറാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു വണ്ടി സ്ലോ ഡൗൺ ചെയ്യണോ, എവിടെയെങ്കിലുമൊക്കെ നിർത്തണോ വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കോളേജ് എത്തി. പിന്നെ ഞാൻ വേഗം നടന്ന് ക്ലാസ്സിൽ പോവാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം വൈകിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം എങ്ങനെയും ക്ലാസ്സിൽ കയറാനേ നോക്കിയുള്ളൂ. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്സും എൻ്റെ ക്ലാസ്മേറ്റ്സും. പിന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഓരോ മണിക്കൂറൊക്കെ കൂടുമ്പോൾ ബ്രേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്രേക്ക് കിട്ടിയത് ഞാൻ വേഗം പുറത്ത് ചാടി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഏറ്റവും തൊട്ടടുത്ത് ആക്സസിബിൾ ആയിട്ടുള്ളത് ടിം ഹോട്ടൻസ് ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാധനങ്ങളൊക്കെ ഒരുവിധം കഴിയാറായി. ഞാൻ ഈ ടിം ഹോട്ടൻസിൻ്റെ വലിയ ഫാൻ എന്നല്ല, പക്ഷേ വിശന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ഷോപ്പ് അതായതുകൊണ്ട് അവിടെ പോയി ഒരു കാപ്പിയും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡോണറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വേഗം ക്ലാസ്സിൽ പോയി. ആകെ 10 മിനിറ്റ് ആയിരുന്നു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ക്ലാസ്സൊക്കെ തുടങ്ങി. പിന്നെ ഇവിടെ അതൊന്നും പ്രശ്നമല്ല. പിന്നെ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. I changed my mind. Initially I said, no, you don't need to tell me what culture or religion you're selecting. 6 മണി വരെയാണ് ക്ലാസ് എന്ന് വെച്ചാലും സാർ ഒരിക്കലും അങ്ങനെ ഫുൾ ടൈം എടുക്കാറില്ല. 5 മണി അല്ലെങ്കിൽ മാക്സിമം 5:15 അതിനുള്ളിലൊക്കെ വിടും. അപ്പോൾ ബാക്കി കിട്ടുന്ന ആ ഒരു മണിക്കൂർ ആ ബ്രേക്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അസൈൻമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം ചെയ്ത് അവസാനിപ്പിക്കും. കാരണം വീട്ടിൽ വന്നിട്ട് ഇത് എല്ലാത്തിനും കൂടി സമയമില്ല. എങ്ങനെ നിങ്ങളെന്ന് ആലോചിക്ക്, ഫുൾ ടൈം ജോലിക്ക് പോവുക, ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അസൈൻമെൻറ്റ്, വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം സേവ് ചെയ്യാറ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കത്തി വെച്ച് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ അടുത്ത ക്ലാസ്സിൽ പോയി. അപ്പം ഇനി അടുത്തത് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആവാറായിട്ടുണ്ട്. ഈ ക്ലാസ്സിന് നൈറ്റ് 9 മണി വരെയാണ്. സാർ ഓൾറെഡി വന്നിരിപ്പുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് അത്ര നേരം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് അവർ കണ്ടു ഞാൻ വീഡിയോ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ വ്ളോഗിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവും ക്ലാസ്സിൽ പോയിരുന്നിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ട് ഞാൻ വ്ളോഗ് എടുക്കണത് എന്താണെന്ന്. എനിക്ക് ആകെ കുറച്ച് അറ്റൻഷൻ സ്പാൻ ഉള്ളൂ. ആ സമയത്ത് മര്യാദയ്ക്കിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗ് തുടങ്ങി, അപ്പോൾ എനിക്ക് എന്തായാലും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ വീഡിയോസ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്കുകൾ കിട്ടിയ സമയത്തേക്ക് ഇരുന്ന് അസൈൻമെൻറ്റ് ചെയ്ത് ഞാൻ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ
നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏകദേശം ഒരു കരിക്കുലം എന്ന് പറയുന്നത്. അതായത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ്, വീഡിയോസ്, അതേപോലെ തന്നെ സാർമാരുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ലെക്ചേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കരിക്കുലം. ഇവിടെ കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് കൾച്ചറൽ ഷോക്ക് ഇതാണ് കേട്ടോ. അതായത് നമുക്ക് ക്ലാസ്സിലിരുന്ന് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ പോകുന്ന പ്രശ്നമല്ല. മിക്ക കുട്ടികളുടെ ടേബിളിലും അതേപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സാർമാരുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ടേബിളിൽ വരെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇരുന്നിരുന്ന് പ്രാന്തൊക്കെ പിടിച്ചു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകണം. അപ്പോൾ ജിബിൻ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് വെയിറ്റ് ചെയ്തിട്ട് പുറത്തിരിക്കുകയാണ്. എൻ്റെ പിന്നിലൂടെ പിന്നെയും വ്ളോഗേഴ്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദേ വരാന്ത മുഴുവൻ ആളില്ലാണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം എന്താ പറയുക ലൈറ്റ് ഓഫാക്കി ഇരുട്ടായിട്ടുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു ദിവസമാണ് ഇത്ര ലേറ്റായിട്ട് ക്ലാസ് ഉള്ളത്. അപ്പോൾ ശരിക്കും 9 മണി വരെയാണ് ഈ ക്ലാസ്. പക്ഷേ സാറ് നേരത്തെ വിടും. പോർഷൻസ് കഴിയുമ്പോൾ അവൾ വിടും. അങ്ങനെ കറക്റ്റ് സമയം വരെ പിടിച്ചിരുത്തൊന്നുമില്ല. അപ്പോൾ അതേ നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് ഞാൻ ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോഴുള്ള, അതും ക്ലാസ്സും ജോലിയും ഒരുമിച്ചുള്ള എൻ്റെ ഒരു ദിവസം നിങ്ങൾ നീ കണ്ടതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ചെറുതന്നെ എല്ലാവർക്കും ബൈ.